സ്നേഹനാദം 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 സ്നേഹനാദം. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹനാദം യൂട്യൂബ് ചാനൽ കൂടി വീണ്ടും ഒരു സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ സർവവല്ലഭനായ കർത്താവ് എനിക്ക് ചെയ്ത കൃപകൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ വർഷവും പതിവ് പോലെ എല്ലാ മാസവും 15-ാം തീയതി ഓരോ ക്രിസ്തുമസ് സന്ദേശങ്ങൾ ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ ഏകദേശം 4.5 വർഷത്തിലധികമായി ഞങ്ങൾ നടത്തി വരുന്ന ഈ ചാനൽ അനുഗ്രഹപ്രദമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ ദൈവം എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 4-5 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. അതിൻ്റെ ടൈറ്റിൽ ഇപ്രകാരമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്: വീണ്ടും ജനനത്തിൻ്റെ 4 വീക്ഷണങ്ങൾ. ആ വാക്യങ്ങൾ നമുക്ക് കേൾക്കാം. ഞാനിവിടെ വായിക്കുന്നു: അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പാപികളായിരുന്ന, ദോഷികളായിരുന്ന, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച നമ്മെ വീണ്ടെടുത്തത് എപ്രകാരമാണെന്ന് വ്യക്തമായി നാം മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ താൻ ബലിയായി അർപ്പിക്കപ്പെട്ടു. തൻ്റെ രക്തത്തിൻ്റെ ഫലമായി നമ്മെ വീണ്ടെടുത്തു എന്ന് നാം മനസ്സിലാക്കുന്നു. ഇവിടെ നാം വായിച്ച വേദഭാഗത്തിൽ വീണ്ടെടുപ്പിൻ്റെ 4 വീക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഇനി ആരാണ് ഈ ലേഖകൻ എന്ന് ചിന്തിക്കുമ്പോൾ, ബേസൈദക്കാരനായ യോനയുടെ മകൻ പത്രോസ് ആണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. തൻ്റെ ആദ്യത്തെ പേര് ശീമോൻ എന്നായിരുന്നു. യേശു ആ പേര് മാറ്റി വിളിച്ചു, കേഫ അല്ലെങ്കിൽ പത്രോസ് എന്നാക്കി. ശീമോൻ എന്നത് എബ്രായ പേരും കേഫ എന്നത് അരാമയ പേരും ആയിരുന്നു. പത്രോസ് എന്നത് ഗ്രീക്ക് ഭാഷയിലെ പേരാണ്. യോഹന്നാൻ 1-ാം അധ്യായം 42 ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. അവൻ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാൻ്റെ പുത്രനായ ശീമോൻ ആകുന്നു. നിനക്ക് കേഫ എന്ന പേരാകും. അതിന് പത്രോസ് എന്നർത്ഥം. അപ്പോൾ ശീമോനെ പേര് മാറ്റി പത്രോസാക്കിയത് യേശു കർത്താവാണെന്ന് വളരെ വ്യക്തമായി ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. വെറും ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്ന പത്രോസ് ശുദ്ധഗതിക്കാരനും പരമാർത്ഥിയും ഉത്സാഹിയുമായിരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ച് മത്തായി സുവിശേഷം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അത്ഭുതകരമായ മീൻപിടുത്തത്തിന് ശേഷം ഗന്നസരേത്ത് തടാകക്കരയിൽ നിന്ന് യേശു പത്രോസിനെ വിളിച്ചു. പത്രോസ് എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചു. ഈ പത്രോസാണ് 1-2 പത്രോസിൻ്റെ ലേഖനങ്ങൾ എഴുതിയത്. ശുദ്ധഗതിയും പരമാർത്ഥതയും ഉത്സാഹവും പത്രോസിനെ മറ്റു ശിഷ്യന്മാരിൽ മുമ്പനാക്കി. ഒടുവിൽ പത്രോസ് റോമിൽ പ്രവർത്തനത്തിലായിരിക്കുമ്പോൾ നീറോ ചക്രവർത്തി തന്നെ തലകീഴായി ക്രൂശിച്ചു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്.
1 പത്രോസ് 1-ാം 4-5 വാക്യങ്ങളിൽ വീണ്ടും ജനനത്തിൻ്റെ 4 വീക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതാണല്ലോ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഒന്നാമത്തെ വീക്ഷണം നിത്യജീവൻ്റെ വീക്ഷണമാണ്. നിത്യജീവൻ്റെ അർത്ഥം എന്നേക്കും അനന്തമായി അവസാനമില്ലാത്ത ജീവൻ എന്നാണ്. നിത്യജീവൻ്റെ ആരംഭം ഈ ഭൂമിയിൽ ആണ്. ഒരു വ്യക്തി കർത്താവായ യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ച് വചനപ്രകാരം അവനെ പിന്തുടരുമ്പോൾ താൻ നിത്യജീവൻ്റെ അവകാശിയായിത്തീരുന്നു. താൻ ക്രിസ്തുവിൽ മരിച്ച് മറഞ്ഞാൽ കർത്താവിൻ്റെ ഗംഭീര നാദത്തിങ്കൽ ഉയർത്തെഴുന്നേറ്റ് നിത്യജീവനെ പിന്തുടരും. ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ കാഹളധ്വനിയിൽ രൂപാന്തരം പ്രാപിച്ച് നിത്യജീവനെ പിന്തുടർന്നു. നിത്യജീവൻ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നൽകുന്ന ഒരു ദാനമാണ്. പത്രോസിന് ഈ വെളിപ്പാട് ലഭിച്ചിരുന്നു എന്ന് യോഹന്നാൻ സുവിശേഷം 6:67 കാണുന്നുണ്ട്. വചനം ശ്രദ്ധിക്കുക. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടോ? അതിന് ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കൽ ഉണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമത്തത് മാറ്റമില്ലാത്ത സമ്പത്തിൻ്റെ വീക്ഷണം. 1 പത്രോസ് 1:5 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവയില്ലാത്തതായ അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്നത്. അത് നിത്യജീവനാകുന്നു. എന്നോ യോഹന്നാൻ സുവിശേഷം 10:28 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാക്യം ദയവായി ശ്രദ്ധിക്കുമല്ലോ. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവയെ ഒരു നാളും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. നോക്കുക, ഒരിക്കലും ആ നിത്യജീവനെ ആർക്കും അപഹരിക്കാൻ കഴിയാത്ത നിലയിൽ കർത്താവിൻ്റെ കരത്തിൽ സുരക്ഷിതമാണ് എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ലോകത്തിൽ ഒരു വ്യക്തി മരിക്കുമ്പോൾ ഇവിടെ പലതും അവർക്ക് നഷ്ടമാകുന്നുണ്ട് എന്ന വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് ഞാനിവിടെ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്. 1, പേര് നഷ്ടമാകുന്നു. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും വേഗം പഞ്ചായത്തിൽ അത് റിപ്പോർട്ട് ചെയ്യണം. പഞ്ചായത്ത് മുതൽ നമ്മുടെ സർക്കാരിൻ്റെ പക്കലുള്ള നമ്മുടെ പേരുകളെല്ലാം മായ്ച്ചുകളയും. ഒരു രേഖയിലും പിന്നെ നമ്മുടെ പേര് കാണുകയില്ല. എന്നാൽ ദൈവമക്കൾക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. അവരുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ അവൻ്റെ പേര് സ്വർഗത്തിൽ എഴുതുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പേര് സ്വർഗത്തിൽ. ഒരിക്കൽ കർത്താവ് 70 ശിഷ്യന്മാരെ ഈരണ്ടായി ഓരോ ഗ്രാമത്തിലേക്ക് അയച്ചു സുവിശേഷം അറിയിക്കുവാൻ. അവർ മടങ്ങി വന്ന് മനോഹരമായ ഒരു റിപ്പോർട്ടാണ് കർത്താവിന് കൊടുത്തത്. ആ റിപ്പോർട്ടിൽ കർത്താവ് സന്തോഷിക്കും എന്നാണ് അവർ കരുതിയത്. എന്താണ് അവർ പറഞ്ഞത്? കർത്താവേ, ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നു. നല്ല ഒരനുഭവം. പക്ഷെ കർത്താവ് പറഞ്ഞത് ശ്രദ്ധിക്കുക, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ അത്രേ സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഒരു വ്യക്തി കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കഴിയുമ്പോൾ തന്നെ അവൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിൽ നമ്മുടെ പേര് മായ്ക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ നമ്മുടെ പേര് ഒരിക്കലും മായ്ക്കപ്പെടാതെ ഉണ്ട് എന്നുള്ള വസ്തുത നാം ഓർത്തിരിക്കുക. രണ്ടാമതായിട്ട്, ഒരു വ്യക്തി മരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ വീടാണ്, നമ്മുടെ ഭവനമാണ്. ഓരോ വ്യക്തിയുടെയും ഒരു സ്വപ്നമാണ് സ്വന്തമായി ഒരു ഭവനം ചമയ്ക്കുക എന്നത്. അത് ഏറിയ കാലം കൊണ്ട് പണം സമ്പാദിച്ച് സ്വരൂപിച്ച് ലോണെടുത്ത് ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഒരു വീടുണ്ടാക്കുന്നത്. എത്ര ആളുകൾ
വീടുണ്ടാക്കി അതിൽ കയറി പാർക്കുവാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഒന്നോർക്കുക, അവരുടെ സ്വപ്നം അതിനു മുമ്പ് തന്നെ പൊലിഞ്ഞുപോയി. എന്നാൽ ഒരു വ്യക്തിയുടെ മരണത്തിൽ നമുക്കുള്ള വീട് നമ്മൾ നഷ്ടമാകുന്നു. ആ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരാതെ ഗുഡ് ബൈ പറഞ്ഞ് യാത്ര പറഞ്ഞ് നമ്മെ അയക്കുന്നു, നാമും പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർത്തിരിക്കുക, നമുക്ക് സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: കൂടാരമായ നമ്മുടെ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ ഉണ്ട് എന്നാണ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എത്ര മനോഹരമായ ഒരു സുന്ദര വാഗ്ദാനം തന്നിട്ടാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോയത് എന്ന് ഓർക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ വീട് നഷ്ടമായാൽ സ്വർഗത്തിൽ മനോഹരമായ ഒരു വീട് താതൻ നമുക്കായി ഒരുക്കുന്നു. മൂന്നാമതായിട്ട്, ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ തനിക്കിവിടെ ഉണ്ടായിരുന്ന എല്ലാ അവകാശങ്ങളും നഷ്ടമാകുന്നു. ഒരുപക്ഷെ സമ്പത്ത് കാണാം, പറമ്പ് കാണാം, വീട് കാണാം, ബാങ്ക് ബാലൻസ് കാണാം, മറ്റനേക സമ്പദ് വ്യവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട്. അതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല. അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇവിടുന്ന് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ അവകാശങ്ങളെല്ലാം മരണം കൊണ്ട് അവസാനിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പുവരുന്നു, നല്ലൊരു അവകാശം നമുക്ക് സ്വർഗത്തിലുണ്ട്. സങ്കീർത്തനം 16-6 പ്രകാരമാണ് വായിക്കുന്നത്: സ്തോത്രം, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചും ഇരിക്കുന്നു എന്ന ഉറപ്പ് ഒരു ഭക്തനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അളവുനൂൽ എനിക്ക് മനോഹര ദേശം. ഈ ലോകത്തിൽ കാണുന്ന അനേകം മനോഹരമായ ദേശങ്ങളുണ്ടെങ്കിലും അതിലെത്രയോ സുന്ദരമായ ദേശം സ്വർഗം. അവിടെ അളവുനൂൽ മനോഹര ദേശത്ത് എനിക്ക് വീണിരിക്കുന്നു എന്നുള്ള ഉറപ്പോടെ നമുക്ക് ജീവിക്കണമെങ്കിൽ കർത്താവിനെ നമ്മുടെ രക്ഷിതമായി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. നാലാമതായിട്ട് ഇവിടെ നഷ്ടമാകുന്ന ഒരു കാര്യം ഫെലോഷിപ്പ്, കൂട്ടായ്മ നഷ്ടമാകുന്നു. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ, അയൽക്കാരുമായിട്ടുള്ള കൂട്ടായ്മ, ഒരു ക്രിസ്തീയ ഭക്തനാണെങ്കിൽ സഭയിലെ കൂട്ടായ്മ, അങ്ങനെ എന്തെല്ലാം കൂട്ടായ്മകൾ ഈ ലോകത്തിൽ നമുക്കുണ്ട്. എന്നാൽ മരണത്തോടുകൂടി അത് നഷ്ടമാകുകയാണ്. പിന്നെ അങ്ങനെ ഒരു കൂട്ടായ്മ ഈ ലോകത്ത് നമുക്ക് ലഭിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും തിരിഞ്ഞു പോകാത്ത, ഒരിക്കലും കൊഴിഞ്ഞു പോകാത്ത, ഒരിക്കലും നഷ്ടമാകാത്ത ഒരു കൂട്ടായ്മ സ്വർഗത്തിലുണ്ട് എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അതൊരു ബെറ്റർ ഫെലോഷിപ്പായിരിക്കും. ഏറ്റവും നല്ലൊരു ഫെലോഷിപ്പ് സ്വർഗത്തിൽ നമുക്കുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഓർത്തിരിക്കുക. അങ്ങനെ ഈ ലോകത്തിൽ മരണത്തോടുകൂടി നഷ്ടപ്പെടുന്ന 4 കാര്യങ്ങളും സ്വർഗത്തിൽ അതിനപ്പുറമായിട്ട് നമുക്ക് ലഭിക്കുന്നു എന്ന വസ്തുത ഞാനിവിടെ ഓർപ്പിക്കട്ടെ. മൂന്നാമത്തെ വീക്ഷണം സമ്പൂർണ്ണ സുരക്ഷിതത്വത്തിൻ്റെ വീക്ഷണമാണ്. ഒരു ക്രിസ്തു ഭക്തനെ കാക്കുന്നത് ഈ ലോകത്തിൻ്റെ സെക്യൂരിറ്റി അല്ല, പിന്നെയോ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു എന്നാണ് പത്രോസ് ലേഖനത്തിൽ കുറിവാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസ് 1:4 വാക്യത്തിൽ കാണുന്നുണ്ട്. വാക്യം ശ്രദ്ധിക്കുക: അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നാം ദൈവശക്തിയിൽ കാക്കപ്പെടുമ്പോൾ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത നിലയിൽ നാം സുരക്ഷിതരായിരിക്കും. അമേരിക്കയുടെ 36ാമത് പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡി വധിക്കപ്പെട്ടത് 1963 ഡാളസ് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് വച്ചായിരുന്നു. അവിടെ സന്ദർശിക്കുവാൻ പല പ്രാവശ്യം ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. ഉരുക്കു വനിത എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യയുടെ പ്രിയങ്കരിയായ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി തൻ്റെ അംഗരക്ഷകരാൽ കൊല്ലപ്പെട്ടത് 1994 ഒക്ടോബർ 31
1975 മുതൽ ഞാൻ ഡൽഹിയിൽ പാർത്തിരുന്നതുകൊണ്ട് അതിനുശേഷം ഡൽഹിയിലുണ്ടായ കലാപങ്ങളും അതിൻ്റെ കെടുതികളും നേരിട്ട് കണ്ടറിയുവാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. ശ്രീമതി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വൺ സഫ്ദർജംഗ് റോഡ് ബംഗ്ലാവും അതിൻ്റെ പരിസരവും ആ മ്യൂസിയമൊക്കെ പല പ്രാവശ്യം പോയി കാണുവാനുള്ള അവസരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ സുരക്ഷിതത്വം ആർക്കും ലഭിക്കാതെ ഇരിക്കുമ്പോൾ വീണ്ടും ജനനത്തിലൂടെ സമ്പൂർണ്ണ സുരക്ഷിതത്വം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ. ദൈവത്തിൻ്റെ സ്തോത്രം. 4-ാമത്തെ വീക്ഷണം സമ്പൂർണ്ണ വിജയത്തിൻ്റെ വീക്ഷണമാണ്. പാപത്തെയും ശാപത്തെയും ഒടുവിൽ മരണത്തെയും കാൽവരി ക്രൂശിൽ സമ്പൂർണ്ണമായി തോൽപ്പിച്ച് വിജയം കൈവരിച്ച യേശുവിൻ്റെ മക്കൾക്ക് അവകാശമാണ് സമ്പൂർണ്ണ വിജയം. നിത്യജീവൻ്റെ വീക്ഷണം, മാറ്റമില്ലാത്ത സമ്പത്തിൻ്റെ വീക്ഷണം, സമ്പൂർണ്ണ സുരക്ഷിതത്തിൻ്റെ വീക്ഷണം, സമ്പൂർണ്ണ വിജയത്തിൻ്റെ വീക്ഷണം എന്നിവ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിക്കണം. കർത്താവിന് വേണ്ടി ജീവിക്കണം. നിത്യജീവൻ്റെ അംശങ്ങളായി സ്വർഗത്തിൽ നിത്യം വാഴുവാൻ നമുക്ക് ദൈവം ഭാഗ്യം ഒരുക്കിയിട്ടുണ്ട്. ഇന്നുവരെ കർത്താവിനെ ഹൃദയത്തിൽ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് തുറക്കൂ, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കൂ, അവനായി ജീവിക്കുവാൻ ഒരു തീരുമാനമെടുക്കൂ. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.